നിങ്ങളാരും കളിക്കാൻ പാടില്ലാത്ത കുറച്ച് പാരനോർമൽ ഗെയിംസിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഗെയിംസ് എങ്ങനെ കളിക്കണമെന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. എന്ന് വെച്ചാൽ ആ ഗെയിം പോയി കളിക്കണമെന്നല്ല അതിന്റെ മീനിങ്. ആ ഗെയിം നിങ്ങളാരും കളിക്കാൻ പാടില്ല. ഓക്കെ. ആദ്യത്തെ ഗെയിമാണ് ഹൈഡ് ആൻഡ് സീക്ക്. നമ്മൾ 20 വരെ എണ്ണീട്ട് പോയി ഒളിച്ച് ആള് കണ്ടുപിടിക്കാൻ വരുന്ന ആ ഒരു സംഭവം. നമ്മൾ ഒളിച്ചിരുന്നിട്ട് ആ കണ്ടുപിടിക്കാൻ വരുന്ന ആള് നമ്മുടെ അടുത്തൊക്കെ എത്തുമ്പോൾ നമുക്കൊരുമാതിരി ഒരു അഡ്രിനലിൻ റഷ് ഒക്കെ വരില്ലേ? അതുപോലത്തെ ഒരു ഗെയിം തന്നെയാണ് ഇത്. അപ്പൊ ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അടച്ചിട്ടിട്ടുള്ള ഒരു വീടിനകത്തായിരിക്കണം കളിക്കേണ്ടത്. പിന്നെ ഒളിച്ചിരിക്കാൻ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഒളിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ കാണാൻ പറ്റുന്നത് പോലത്തെ ഒരു സ്ഥലമായിരിക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഐറ്റംസ് ആണ് ഒരു പാവ, ഈ പഞ്ഞിയൊക്കെ നിറച്ചിട്ടുള്ള ഒരു പാവ, പിന്നെ അതിന്റെ കൂടെ അരി, പച്ച അരി, കത്തി അല്ലെങ്കിൽ കത്രിക, നൂല്, സൂചി, ഒരു നഖം വെട്ടി, ഒരു കപ്പില് ഉപ്പ് വെള്ളം, പിന്നെ ചന്ദനത്തിരി, വർക്കിംഗ് ആയിട്ടുള്ള ഒരു TV, പിന്നെ ഒരു വാഷിംഗ് ബേസിൻ, ഒരു സിങ്ക്. ആ പാവനെ മുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആയിരിക്കണം. വലിയ പാവയാണെങ്കിൽ ബാത്ത് ടബ് വേണം. ഇപ്പൊ ഐറ്റംസ് ഒക്കെ റെഡി ആയ സ്ഥിതിക്ക് നമ്മുടെ ഒപ്പോണന്റിനെ വിളിച്ചു വരുത്താനുള്ള സമയമാണ്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കത്തിയോ കത്രികയോ യൂസ് ചെയ്തിട്ട് ആ പാവനെ മുറിക്കാം. മുറിച്ചിട്ട് അതിനുള്ളിലെ പഞ്ഞുകളൊക്കെ എടുത്ത് കളയാം. എന്നിട്ട് അരി നിറയ്ക്കാം. എന്നിട്ട് നിങ്ങളുടെ നഖം വെട്ടിയിട്ട് അതിനുള്ളിലിട്ടിട്ട് ആ നൂലും, റെഡ് കളർ നൂലായിരിക്കണം, ആ നൂലും സൂചിയും വെച്ചിട്ട് ആ പാവേനെ തുന്നും. തുന്നി കഴിഞ്ഞിട്ട് ആ നൂല് വെട്ടി കളയാൻ പാടില്ല. അത് ആ പാവയുടെ മേലെ നല്ലോണം ടൈറ്റായിട്ട് ഇങ്ങനെ ചുറ്റി വെക്കാം. നിങ്ങൾ അടുത്ത പ്രിപ്പറേഷൻ എടുക്കുന്നത് വരെ അത് കുറച്ച് സേഫായിട്ട്, നിങ്ങൾ കുറച്ച് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പാണ്. ഇനി നമ്മൾ സിങ്കിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക. പക്ഷെ നമ്മൾ ഒളിച്ചിരിക്കുന്ന റൂമിൽ ഈ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവണം. അതുമാത്രമല്ല, നമ്മൾ ഒളിച്ചിരിക്കുന്ന ആ റൂമിൽ ഒരു TV സെറ്റ് ചെയ്യണം. നമ്മൾ ഒളിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ആ TV കാണാൻ പറ്റണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും ഓഫ് ആയിരിക്കണം. അതിനുശേഷം ഈ ഉപ്പുവെള്ളവും ഈ കത്തിയും നമ്മൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തോണ്ട് വെക്കുക. എന്നിട്ട് തിരിച്ച് പാവയുടെ അടുത്തേക്ക് വരിക. ഇനി നമ്മൾ നമ്മുടെ ഒപ്പോണന്റിന് പേരിടാനുള്ള സമയമാണ്. പക്ഷേ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമ്മൾ ആ ഒപ്പോണന്റിന് നമ്മുടെ സ്വന്തം പേര് കൊടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം വെയിറ്റ് ചെയ്യുക എന്നതാണ്. കാരണം ഇത് വെളുപ്പിന് 3 മണിക്കാണ് കളിക്കേണ്ടത്. അങ്ങനെ 3 മണിയാകുമ്പോൾ ആ ഡോളിനോട് പറയണം, ഫസ്റ്റ് ഞാനാണ് സീക്കർന്ന്. ഇത് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നിൽ നമ്മുടെ പേര് 3 വട്ടം പറയണം. ഇപ്പോൾ മാളു എന്നാണ് പേരെന്ന് വെക്കുക. അപ്പോൾ മാളു ആണ് സീക്കർ, മാളു ആണ് സീക്കർ, മാളു ആണ് സീക്കർ എന്ന് പറയാം. എന്നിട്ട് ആ പാവേനെ എടുത്തിട്ട് നമ്മൾ വെള്ളം നിറച്ച് വെച്ചേക്കുന്ന സിങ്കിൽ കൊണ്ടുപോയിട്ട് മുക്കി വെക്കുക. മുക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങുന്ന ഓരോ ഭാഗത്തു നിന്നും ലൈറ്റ് ഇങ്ങനെ ഓഫാക്കി ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാം. എന്നിട്ട് നിങ്ങൾ ഒളിച്ചിരിക്കേണ്ട മുറി എത്തുമ്പോൾ അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുക. എന്നിട്ട് TV ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങളുടെ ഹൈഡിങ് സ്പോട്ടിൽ ഒളിച്ചിരിക്കുക. എന്നിട്ട് കണ്ണടച്ചിട്ട് 1 മുതൽ 10 വരെ എണ്ണാം. ഇവിടെ പേടിക്കാനുള്ള ഒരു കാര്യമില്ല. കാരണം നമ്മളാണ് സീക്കർ, നമ്മളാണ് തപ്പാൻ പോകേണ്ട ആള്. 10 വരെ എണ്ണിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തുറക്കുക. എന്നിട്ട് ആ ഡോളിനെ വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ആ ഡോളിനെ പുറത്തെടുക്കുക. പുറത്തെടുത്തിട്ട് പറയാം, ഞാൻ നിന്നെ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഡോളിന് മേലെയുള്ള ആ നൂല് നമ്മൾ അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റിയിട്ട് അതിനോട് പറയണം, അതിന്റെ പേര് വിളിച്ചിട്ട് പറയണം, ഇനി നീയാണ് സീക്കർ എന്ന്. അങ്ങനെ 3 വട്ടം പറഞ്ഞതിന് ശേഷം ആ ഡോളിനെ എടുത്തിട്ട് തിരിച്ച് ആ വെള്ളത്തിൽ തന്നെ മുക്കി വെക്കുക. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഈ ഡോളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കത്തിയോ കത്രികയോ എടുത്തിട്ട് വേണം ചെല്ലാൻ. എന്നിട്ട് ഡോളിനെ ആ വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ അടുത്ത് നമ്മുടെ കത്തിയോ കത്രികയോ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒട്ടും സമയമില്ല, പെട്ടെന്ന് തന്നെ ഓടിയിട്ട് നമ്മുടെ ഹൈഡിങ് സ്പോട്ടിൽ പോയി ഇരിക്കുക. അവിടെ ഇരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് TV കാണാൻ പറ്റണമെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മുടെ TVയുടെ സ്ക്രീനിൽ ഫ്ലിക്ക് ചെയ്യാനും മറ്റേ ഗ്രെയിൻസ് വരാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഒപ്പോണന്റ് നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ്. പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഒരു ലൈറ്റ് പോലും ഓൺ ആക്കാൻ പാടില്ല. വീടിനകത്തുള്ള ഒരു ഡോറും ലോക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കടക്കാനും പാടില്ല. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളൊരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കരുത്. നമ്മുടെ ഒപ്പോണന്റിന് നമ്മളെ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം കൊടുക്കണം. ഈ ഗെയിം കളിച്ചിട്ടുള്ള ആളുകളുടെ ഒരു റിയൽ ഇൻസിഡന്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. 2 പേര് ചേർന്നിട്ട് ഈ ഗെയിം കളിക്കായിരുന്നു. ഇവർ ഒളിച്ചിരുന്ന സമയത്ത് ഈ TV ഒരുമാതിരി ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാനും ഗ്രെയിൻസ് വരാനും ഫ്ലിക്ക് ചെയ്യാനൊക്കെ തുടങ്ങി.
എന്നിട്ട് ഈ ചാനല് വല്ലാത്ത സ്പീഡിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു ഓരോ ചാനലിലേക്കും. ആ ഓരോ ചാനല് മാറുമ്പോഴും ഓരോ കുഞ്ഞി കുഞ്ഞി സൗണ്ടുകൾ കേൾക്കാം. അങ്ങനെ ഈ ശബ്ദങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ സ്പിരിറ്റ് ബോക്സ് പോലത്തെ ഒരു സംഭവമായി മാറി അത്. ഈ ആത്മാക്കളോട് സംസാരിക്കുന്ന ഒരു ഡിവൈസ് പോലെയായി മാറി. ആദ്യം ടിവിയുടെ അകത്തുനിന്ന് കേട്ട സെന്റൻസ് ഇതായിരുന്നു. "ഐ വിൽ ഫൈൻഡ് യു." അതിന്റെ തൊട്ടു പിന്നാലെ ആരോ നടന്നു വരുന്ന ശബ്ദം. നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്ന ശബ്ദം. അതിനുശേഷം ടിവി പിന്നെയും ചോദിക്കും, "വേർ ആർ യു?" ആ വീടിനകത്ത് കറങ്ങിക്കൊണ്ടിരുന്ന ആ ഫുട് സ്റ്റെപ്പിന്റെ ശബ്ദം പെട്ടെന്ന് മാറിയിട്ട് ഇവർ ഒളിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്ന അലമാരയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ടിവി പിന്നെയും ചോദിക്കും, "ആർ യു ഇൻ ദെയർ?" അലമാരയുടെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന ഒരാള് ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ പുറത്തേക്ക് നോക്കും. അപ്പൊ ആ ടിവി ഭയങ്കരായിട്ടുള്ള ഒരു ശബ്ദത്തില് കണ്ടുപിടിച്ചു എന്ന് ഒച്ചത്തിൽ പറയും. അങ്ങനെ പറഞ്ഞതിന്റെ അടുത്ത സെക്കൻഡ് ആ പാവം പ്ലെയറുടെ കണ്ണില് ഒരു കത്തി വന്ന് കേറി. ഇനി ബാക്ക് ടു ഗെയിം. നമ്മള് ആ പാവയ്ക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ ഇനഫ് സമയം കൊടുത്തു എന്ന് തോന്നുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഉപ്പുവെള്ളം എടുത്തിട്ട് ഒരു വലിയ സിപ്പ് എടുക്കുക. എന്നിട്ട് ആ വെള്ളം ഇറക്കരുത്, വായിൽ തന്നെ വെക്കണം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ബാക്കി ഉപ്പുവെള്ളം പിടിച്ചിട്ട് ഒളിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി നടക്കുക. എന്നിട്ട് ആ ഡോളിനെ തപ്പാൻ സ്റ്റാർട്ട് ചെയ്യണം. മിക്കവാറും അതിപ്പോ ബാത്റൂമിൽ ഉണ്ടാവാനുള്ള ഒരു വഴിയുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ കാണുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള ഉപ്പുവെള്ളം അതിന്റെ തലയിൽ കൂടെ ഒഴിക്കണം. അത് ഒഴിച്ചിട്ട് നമ്മുടെ വായിലുള്ള ബാക്കി ഉപ്പുവെള്ളവും കൂടെ അതിന്റെ തലയിൽ ഒഴിക്കണം. എന്നിട്ട് ആ പാവയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് 3 വട്ടം ഉറക്കെ പറയണം, "ഐ വിൻ, ഐ വിൻ, ഐ വിൻ" എന്ന്. നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിം അവിടെ അവസാനിക്കും. അതിനുശേഷം ആ ഡോളിനെ ഫുള്ളായിട്ട് ഉണങ്ങാൻ വിടാം. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കത്തിച്ച് കളയാം. ഒരു തരി പോലും ബാക്കി വെക്കാതെ വേണം കത്തിച്ച് കളയാൻ. മിക്ക ടൈമും ഈ ഒരു ഗെയിം അവിടെ അവസാനിച്ച് പോവാറുണ്ട്. എങ്കിലും ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് കളിക്കുന്നത് സേഫ് അല്ല. കാരണം ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഈ ഗെയിം കളിച്ച് തീർത്തിട്ടും പാവേനെല്ലാം നശിപ്പിച്ച് കത്തിച്ച് കളഞ്ഞിട്ടും ഈ ഡോള് പിന്നെയും രാത്രികളിൽ വീട്ടിലേക്ക് വരാറുണ്ടെന്ന്. പിന്നെ അത് മാത്രമല്ല നമ്മൾ കൂടെ കളിക്കാൻ ആരെങ്കിലും ഫ്രണ്ടിനെ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തെന്ന് വെക്ക്. അവർ ഈ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാൻ അത്രയും ശ്രദ്ധിക്കാത്തൊക്കെ ആൾക്കാരാണെങ്കിൽ അതും നമുക്ക് തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ ഗെയിം ഒരിക്കലും കളിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിലും ഇതൊക്കെ എന്ത് എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ പോലും വെറുതെ എന്തിനാ? വൈ യു എഫ് അറൗണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട്? ഡോണ്ട് എഫ് അറൗണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പൊ ഗൈസ് ഇതുപോലത്തെ ഗെയിംസ് ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ബൈ. എൻ്റെയിൽ മോർ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അതായത് മോർ ഗെയിംസ് എൻ്റെയിൽ ഉണ്ട്. പക്ഷെ കറണ്ട് ഇല്ല. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാൻ. അതായത് എന്താ പറയാ, കുറെ നേരം ഇരിക്കുകയാണെങ്കിൽ ഫോണിൽ ചാർജ് തീരും, ലാപ്പിൽ ചാർജ് ഇല്ല, പിന്നെ ലൈറ്റ് പെട്ടെന്ന് ഓഫ് ആവും. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഓക്കെ.